എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. സിദ്ദീഖീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം പ്രഖ്യാപിച്ചത് വിശുദ്ധമായ ഖുർആനിൽ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ ഓതിയ ആയത്തിൽ പറയുന്നുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീൻ. നബിമാര് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത് സത്യസന്ധന്മാർക്കാണ്, സിദ്ദീഖീങ്ങൾക്കാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ വലിയ മഹത്വമുണ്ട് സത്യം പറയുക എന്ന വിഷയത്തിന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്ത ആളാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ നാവിലും നമ്മുടെ അവയവങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും ഒക്കെ സത്യസന്ധത ഉണ്ടാവണം. നാവിലും ഉണ്ടാവണം, നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാവണം, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ സത്യസന്ധത ഉണ്ടാവണം. എങ്ങനെയാണ് നാവിന് സത്യസന്ധത ഉണ്ടാവുക? മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്നാണ്. സത്യം മാത്രം സംസാരിക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, അനാവശ്യമായത് ഒഴിവാക്കുക. അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിലുണ്ട് രണ്ട് അവയവങ്ങൾ. ആ രണ്ട് അവയവങ്ങൾക്കും എല്ല് എന്ന് പറയുന്ന സാധനമില്ല. പക്ഷെ അത് രണ്ടിനെയും നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഉറപ്പു തരാം എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത്. ഈ നാവ് അല്ലാഹു തആല സൃഷ്ടിച്ചത് തന്നെ അതിനെ വളരെയധികം സൂക്ഷിക്കണം എന്നൊരർത്ഥത്തിലാണ്. അതിനെ ഒരു പൊത്തിന്റെ ഉള്ളിൽ പടച്ചിട്ട് ചുറ്റുഭാഗത്തും പല്ല് എന്ന് പറയുന്ന ഒരുപാട് കുന്തങ്ങൾ ഇങ്ങനെ തകർത്ത് വെച്ചിട്ട് ആ നാവ് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ തുറന്നിട്ട് വേണം വരാൻ. എന്നാൽ അത്രയും കൺട്രോൾ ചെയ്യണം എന്നത് തന്നെയാണ് ആ സത്യത്തിന്റെ ലക്ഷ്യം. ഹബീബായ തങ്ങൾ പറഞ്ഞത് അതന്നെ. അനാവശ്യമായി സംസാരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അനാവശ്യമായി സംസാരിക്കാതിരിക്കുക. വെറുതെ ഇങ്ങനെ സംസാരിച്ചിരുന്നോണ്ട് നമുക്കൊന്നും കൂടുതൽ കിട്ടാനില്ലല്ലോ. അപ്പോ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. നമ്മൾ ചിലപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേരൊക്കെ ചോദിക്കും. ചിലപ്പോൾ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പേര്, കുടുംബം, ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലൊക്കെ ഇല്ലാത്ത നിലക്ക് അനാവശ്യമായത് വെറുതെ ഇങ്ങനെ ചോദിച്ച് കുറെ സംസാരിച്ചിരിക്കുക എന്നത് നല്ല ഒരു സ്വഭാവമൊന്നുമില്ല. അതുകൊണ്ടാണ് സത്യസന്ധത എന്ന് പറയുന്നത് നാവിൽ ഉണ്ടാവണമെങ്കിൽ നാവിനെ കൺട്രോൾ ചെയ്യണം. അന്തന്തികവിൽ ഹക്ക് മാത്രം സംസാരിക്കണം, യഥാർത്ഥം മാത്രം സംസാരിക്കണം. കളവ് ആരെ സംബന്ധിച്ചും പറഞ്ഞു പരത്തരുത്. ഒരാളോടും കളവ് പറയരുത്. വെറുതെ തമാശക്ക് പോലും കളവ് പറയരുത് എന്ന് പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. വെറുതെ ഇരുന്നുകൊണ്ട് വെറുതെ പറയാം, വെറുതെ ഒരു കള്ള് എന്ന് പറഞ്ഞില്ല, അങ്ങനെ പറയാൻ പാടില്ല. അത്രക്കും നാവിനെ കൺട്രോൾ ചെയ്യണം. ഇതാണ് നാവിന്റെ സത്യസന്ധത എന്ന് പറയുന്നത്. അവയവങ്ങളെ കൊണ്ടുള്ള സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചതനുസരിച്ചുള്ള പ്രവർത്തനം അവയവങ്ങളെ കൊണ്ടുണ്ടാവുക. അള്ളാഹു ഓരോ അവയവത്തിനും ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാ അവയവങ്ങളും ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് അതിനു വേണ്ടി ഉപയോഗിക്കാം. അല്ലാത്തതിന് അത് അക്രമമാണ്. ഒരു വസ്തു അതിനെ വെക്കേണ്ടടുത്ത് അല്ലാത്തടുത്ത് കൊണ്ടുപോയി വെച്ചാൽ അതിന് അക്രമം എന്നാ പറയാം. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അതിക്രമമാണ്. അപ്പൊ യഥാർത്ഥം എന്താണ്? അല്ലാഹു തആല എന്ത് ആവശ്യത്തിനാണോ നമ്മുടെ കൈകാലുകളും കണ്ണും അവയവങ്ങളും ഒക്കെ പടച്ചിട്ടുള്ളത്, അത് അതിനു വേണ്ടി മാത്രം പ്രയോഗിച്ചാൽ അതിന്റെ സത്യസന്ധതയായി, അവയവത്തിലുള്ള സത്യസന്ധതയായി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ മൂന്ന് നിലക്കുള്ളതുണ്ട്. അടുത്തത് ഏതാണ്? ഖൽബിൽ സത്യസന്ധത ഉണ്ടാവുക എന്നുള്ളതാണ്. അതെന്താണ്? അൻതകൂന മുഖ്ലിസൻ ലില്ലാഹി ഫിസ്സിദ്ദി വൽ അലൻ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ് എന്റെ പ്രവർത്തനവും എന്റെ ജീവിതവും എന്ന ഒരു ലക്ഷ്യം ഉണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫീ വജ്ഹില്ലയാവുക എന്നതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ഒരു മജ്‌ലിസിൽ വന്നിരിക്കുകയാണെങ്കിലും, ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും, ഒരാളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിലും, എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്
ഇതൊക്കെ ഫീ വജിഹില്ലയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് കരുതണം. അപ്പൊ അള്ളാഹുവിന്റെ മാർഗമല്ല എന്ന് വരുന്ന നിലക്കുള്ള ഹറാമായ സമ്പാദ്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരൂല.